ലൈവിൽ രസകരമായ ഗെയിമുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ആര്യം പറയാണ്, നമ്മൾ 65 ദിവസമായില്ലേ ഇവിടെ വന്നിട്ട്. അപ്പം നമുക്ക് ഒരാളുടെ വാ കൊണ്ട് അവർ പറയുന്നത് അവർ എക്സ്പ്രസ് ചെയ്ത് കാണിച്ചാൽ നമുക്ക് അവരെന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അത് നമുക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അതെ അറിയാവുന്നവരിൽ നിന്ന് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ, അറിഞ്ഞുകൂടാത്ത ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആര്യൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താ ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഷാനവാസ് പറയാം, എനിക്കിവിടുന്ന് വേഗം പോകണം, എന്നെ വേഗം വിടൂ എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ആര്യം പറയാത്ത പോടോ അവിടുന്ന്, അങ്ങനല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണേന്നാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് ആര്യനെ നോക്കി എന്തോ ഒന്ന് പറഞ്ഞു. അപ്പോൾ ആര്യം പറഞ്ഞ്, നീ ഇപ്പോൾ പറഞ്ഞത് എന്നെ നീ പോടാ മൊണ്ണേന്നല്ലേ. അപ്പോൾ അനുമോൾ പറയുന്നത്, അല്ല ഞാൻ മൊണ്ണേന്നല്ല പറഞ്ഞത്, ഞാൻ പോടാ മുത്തേന്നാണ് പറഞ്ഞത്. അപ്പം ആദില പറയുന്നുണ്ട്, അല്ല നീ മൊണ്ണേന്നാണ് പറയുന്നത്, അത് നീ കണ്ടോ എന്ന് അനുമോൾ ചോദിക്കുന്നു. അന്നേരം പറയാം, അല്ല നിൻ്റെ ആ ഒരു രീതി എനിക്കറിയാം, അതുകൊണ്ട് നീ പറഞ്ഞത് മൊണ്ണേന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ വീണ്ടും ആര്യനെ നോക്കിയിട്ട് പറയാണ്, നീ പോടാ പാലുകുപ്പി. അപ്പം തന്നെ അത് ബിന്നിക്കും ആര്യനും ഒരുപോലെ മനസ്സിലായി. ആര്യം പറയുന്നുണ്ട്, നീ പോടാ പാൽക്കുപ്പി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതെ. അപ്പോൾ പിന്നെ ഓരോരുത്തരും ഇങ്ങനെ പറയാൻ തുടങ്ങി. ആ ഒരു ഗെയിമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആര്യൻ ഡബിൾ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലേ നൂറപ്പം നീ പോടാ വൃത്തികെട്ടവനെ, നൂറെ വിളിക്കുക, നീ പോടാ മുതുക്കിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായില്ല എന്തോ പറഞ്ഞതെന്ന്. പിന്നെ ആര്യൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് നീ പോടാ മുതുക്കിന്നാണ്. വീണ്ടും ആര്യൻ എന്തോ പറഞ്ഞപ്പം ഷാനവാസ് പറയുന്നുണ്ട്, നീ പോടാ പട്ടീന്നല്ലേ വിളിച്ചേ. അപ്പോൾ പറയുന്നുണ്ട് അല്ല. അനുമോൾ പറയുന്നു, ഇവൻ എന്തോ പറഞ്ഞ് ഇവൻ സീരിയസ് ആയിട്ട് എന്തോ വിളിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ബിന്നി പറയുകയാണ്, അവൻ പറഞ്ഞത് പകുതി വിഴുങ്ങിയാണ് പറയുന്നത്, അപ്പം നമുക്കത് മനസ്സിലാവത്തില്ല. അനുമോൾ ആര്യനെ നോക്കി പറഞ്ഞു, നീ പോടാ കുത്തിത്തിരിപ്പേന്ന്. അപ്പം കുട്ടി പിശാശെന്നാണോന്ന് ഷാനവാസി ചോദിക്കുന്നുണ്ട്. അന്നേരം പറഞ്ഞ അല്ല. ഉടനെ ആതിര തന്നെ പറയുന്നുണ്ട്, കുത്തിത്തിരിപ്പെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഷാനവാസ് പറയാം, അത് അവളെ അങ്ങോട്ട് നോക്കിയല്ലേ പറയേണ്ടതെന്ന്, ബിന്നിയെ നോക്കിയല്ലേ പറയേണ്ടതെന്ന്. എന്തായാലും ഈ ഗെയിമും പൊളിയാണ്, ഭയങ്കര രസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ. വഴക്കില്ല, ബഹളമില്ല, സൈലൻ്റായിട്ട് രസകരമായ ഗെയിം.